ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആദ്യമായി ആമുഖമായി ദുആ ചെയ്യുകയാണ്. സമയബോധം സത്യവിശ്വാസിക്ക് നിർബന്ധമാണ് എന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ ഖുർആൻ. വിശ്വാസി സമയബോധമുള്ളവനായിരിക്കണം. ഇസ്ലാം സമയത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് സത്യവിശ്വാസിയുടെ ജീവിതത്തെ അങ്ങനെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ 5 വഖത്ത് നിസ്കാരം തന്നെ അതിൻ്റെ ഒരു പ്രധാന അടയാളമാണ്. അതുപോലെ തന്നെ കൊല്ലത്തിലൊരിക്കൽ വരുന്ന റമദാനിന്റെ നോമ്പ് വളരെ വ്യവസ്ഥാപിതമാണ്. ഏത് കർമ്മം എടുത്തു നോക്കിയാലും സക്കാത്തിന്റെ ഹൗല് പൂർണ്ണമാവാ, കൊല്ലം പൂർണ്ണമാവാ, സമയം അത് കൃത്യമായി വ്യവസ്ഥ ചെയ്യപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ജീവിത ശൈലിയാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. അള്ളാഹു ഈ പ്രകൃതിയെ സംവിധാനിച്ചത് പോലും ഈ രീതിയിലാണ്. ദുൽഹിജ്ജ മാസത്തിന്റെ സമാരംഭത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ചർച്ച നമുക്ക് നിർബന്ധമാണ്. എന്തുകൊണ്ട്? ദുൽഹിജ്ജ മാസത്തിന്റെ സമാരംഭം അത്ര കണ്ട് പ്രയോജനപ്പെടുത്താൻ, നമുക്ക് ഉപകാരത്തിൽ വരാൻ നാം ഈ ഒരു ബോധത്തോടുകൂടെ ഇറങ്ങിയേ പറ്റും. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രകൃതിയെ അള്ളാഹു സംവിധാനിച്ചത് പോലും സമയത്തെക്കുറിച്ചുള്ള ബോധം പഠിപ്പിച്ചുകൊണ്ടാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂനുസിന്റെ ആദ്യ ഭാഗത്ത് കാണുന്ന അതിന്റെ 5-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹുവല്ലദീ ജഅല അശ്-ശംസ ളിയാഅൻ വൽ ഖമറ നൂറാ വഖദ്ദറഹു മനാസില ലിതഅലമൂ عدد السنين والحساب ما خلق الله ذلك إلا بالحق يفصل الآيات لقوم يعلمون. ആരാണ് അല്ലാഹ്? അല്ലാഹു കരുണ ചെയ്യട്ടെ. الذي جعل الشمس ضياء, സൂര്യനെ പ്രകാശ സ്രോതസ്സായി പടച്ചവനാ അവൻ. വൽ ഖമറ നൂറാ, ചന്ദ്രനെ രാവിന്റെ കുളിർമയിൽ വെളിച്ചമേകാൻ പടച്ചവനാണ് അല്ലാഹ്. സൂര്യനായാലും ചന്ദ്രനായാലും, നക്ഷത്രമാണെന്ന് ഉപഗ്രഹമാണ് മറ്റൊന്ന്. നക്ഷത്രമായാലും നക്ഷത്രത്തെ വലയം ചെയ്യുന്ന ഗ്രഹമായാലും ഗ്രഹത്തെ വലയം ചെയ്യുന്ന ഉപഗ്രഹമായാലും ഏത് തന്നെയായാലും ഇതിനൊക്കെ അള്ളാഹു പടച്ചു. വഖദ്ദറഹു മനാസില, അവയ്ക്ക് സഞ്ചരിക്കാൻ സഞ്ചാര പദങ്ങളും അവൻ ഒരുക്കി. എന്തിനാണ് ഇത്രയും വലിയൊരു സംവിധാനം അള്ളാഹു ഉണ്ടാക്കിയത്? ലിതഅലമൂ അദദസ്സിനീന വൽ ഹിസാബ്, വയസ്സ് എത്ര കഴിഞ്ഞു എന്ന് ഓർക്കാനും സമയം എത്ര പാഴായി എന്ന ബോധമുണ്ടാവാനും ഇനി എത്ര സമയം ഉണ്ടെന്ന് ഒന്ന് ചിന്തിക്കാനും കണക്ക് വെച്ചുകൊണ്ട് ജീവിക്കാനും വേണ്ടി. ഇതൊന്നും അള്ളാഹു വെറുതെ പടച്ചതല്ല. മാ ഖലഖല്ലാഹു ദാലിക ഇല്ലാ ബിൽ ഹഖ് യുഫസ്സിലുൽ ആയാത്ത്. ചിന്തിച്ചോളൂ, അള്ളാഹു ഒക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നമ്മുടെ മുന്നിലെ ദൃശ്യ ആവിഷ്കാരങ്ങൾ നാം കാണുന്ന മുഴുവനും അള്ളാഹു ചിന്തിക്കാൻ വേണ്ടി ആവിഷ്കരിച്ചതാണ്. ലിഖൗമി യഅലമൂൻ, വിവരം ഉണ്ടെങ്കിൽ ആലോചിച്ചോളൂ. അള്ളാഹു ബോധം തരട്ടെ. സമയങ്ങളിൽ പ്രാധാന്യം ഉണ്ട്. സമയം പ്രാധാന്യമുള്ളതാണ്. സമയങ്ങളിൽ പ്രാധാന്യമുള്ള സമയം ഉണ്ട് എന്നതും റബ്ബ് പഠിപ്പിച്ചു. പ്രപഞ്ചം പടച്ച അന്ന് മുതൽക്ക് സമയ സംവിധാനം 1 കൊല്ലം 12 മാസം എന്ന രീതിയിലാണ്. ഇന്ന ഇദ്ദത ശുഹൂർ ഇൻദല്ലാഹി 12 ശഹ്റൻ ഫി കിതാബില്ലാഹി
യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, പ്രപഞ്ചം പടച്ച അന്ന് മുതൽക്ക് സമയ സംവിധാനത്തിൽ ഒരു കൊല്ലം 12 മാസം എന്ന കണക്കിൽ അല്ലാഹു സംവിധാനിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ ഒരു കൊല്ലം 12 മാസം ആണ് എങ്കിൽ മിൻഹാ അർബഅത്തുൻ ഹുറും, ആ 12ൽ 4 പവിത്രം. മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം, അതാണ് പരിശുദ്ധമായ ദീൻ. ഫലാ തദ്ലിമൂ ഫീഹിന്ന, ആ 4 മാസത്തിൽ തെറ്റുകൾ സംഭവിക്കല്ലേ, നന്മയ്ക്ക് ഇരട്ടി പ്രതിഫലം എന്ന പോലെ തന്നെ തെറ്റുകൾക്ക് ഇരട്ടി പരിഗണനയാവാം. ആ 4 മാസം ഏതാ? ആ 4 മാസം യഥാക്രമം ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. അപ്പൊ നമ്മൾ ആ 4 മാസത്തിൽപ്പെട്ട ഒരു മാസത്തിലാണ് നിലകൊള്ളുന്നത്. സമയത്തിൽ, കാലത്തിൽ, നമ്മുടെ ആയുസ്സിന്റെ വിലപ്പെട്ട കാലയളവിലെ ഒരു പ്രധാന മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ ഇതേക്കുറിച്ച് ഒരു ശ്രദ്ധയിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ടാവണമെന്നതിന് ഒരു പ്രചോദനമാവട്ടെ നമ്മുടെ ഇന്നത്തെ വർത്താനം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മനുഷ്യായുസിന്റെ 12 മാസങ്ങളെന്ന അവന്റെ ഒരു വയസ്സ്, അതിൽ 4 പവിത്രമാണെന്നുള്ള പ്രഖ്യാപനം, അതിൽ പെട്ട പ്രധാനപ്പെട്ട ഒരു സമയത്താണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എങ്കിൽ ആ സമയത്തെ ദുൽഹിജ്ജ എന്ന് പറയുകയാണെങ്കിൽ ആ ദുൽഹിജ്ജയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ സമയം അതിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ഒരു മാസം മൊത്തത്തിൽ പവിത്രം എന്ന് പറഞ്ഞോടത്തും ദുൽഹിജ്ജയുണ്ട്. അതിന്റെ ആദ്യത്തെ 10 പവിത്രമെന്ന് പ്രത്യേകം പറയേണ്ടോടത്തും ദുൽഹിജ്ജയുണ്ട്. ദുൽഹിജ്ജ മാസത്തിന്റെ അതുല്യമായ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ അള്ളാഹു നമുക്ക് അമൽ ചെയ്യാനും കബൂലാവാനും തൗഫീഖ് നൽകട്ടെ. അതിനെ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഏതിനെ? ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞു. 10 പൂർത്തിയാവുന്ന പകലും പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ പവിത്രം എന്ന് ഖുർആൻ. വൽ ഫജ്ർ, പെരുന്നാളിന്റെ പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, അതിന്റെ മുമ്പ് കഴിഞ്ഞു പോയ 10 രാവുകൾ തന്നെയാണ് സത്യം. വശഫഇ, അതുപോലെ തന്നെ പെരുന്നാളിന്റെ പകൽ എന്ന ഇരട്ട 10, ദുൽഹിജ്ജ 10, അത് തന്നെയാണ് സത്യം. വൽ വത്ർ, ദുൽഹിജ്ജ 10ന്റെ തലേ ദിവസം അറഫാ ദിവസമായ ദുൽഹിജ്ജ 9 തന്നെയാണ് സത്യം. ഒറ്റ എന്ന് പറഞ്ഞാൽ 9 ആണ്. ഈ രീതിയിൽ അതിന്റെ വ്യാഖ്യാനം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. അല്ലാമ ഇബ്നു കഥീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അമൽ ഫജ്ർ ഫമഅറൂഫുൻ അസ്സുബ്ഹു അൽ മുറാദ് ബിഹി ഫജ്ർ യൗമ നഹർ ഖാസ്സ വഹുവ ഖാതിമത്തുൽ ലയാലിൽ അശ്ർ വല്ലയാലിൽ അശ്ർ അൽ മുറാദ് ബിഹാ അശ്ർ ദിൽ ഹിജ്ജ കമാ ഖാലഹു ഇബ്നു അബ്ബാസ്. സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഈ വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിശദീകരിക്കുന്നില്ല. ഒരു ഹദീസ് കേട്ടോളൂ. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം, അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ അശ്റ അശ്റുൽ അദ്ഹ വൽ വിത്ര വൽ വത്ര യൗമ അറഫ വശഫഅ യൗമുൻ നഹർ. നേരത്തെ നമ്മൾ വ്യാഖ്യാനിച്ച പോലെ ഇരട്ട എന്ന് ഖുർആൻ പറഞ്ഞ ശഫഅ എന്ന പ്രയോഗം അത് പെരുന്നാൾ ദിവസം, ഒറ്റ എന്ന് പറഞ്ഞ വത്ർ എന്ന പ്രയോഗം അത് അറഫ ദിവസം എന്ന ദുൽഹജ്ജ 9, അതുപോലെ തന്നെ വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞ 10 രാവ് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 രാവുകൾ. വൽ ഫജ്ർ എന്ന് പറഞ്ഞത് ദുൽഹിജ്ജ 10ന്റെ പെരുന്നാൾ ദിവസം. ഇങ്ങനെയാണ് അതിന്റെ വ്യാഖ്യാനം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സമയത്തിനും കാലത്തിനും പ്രാധാന്യം കൊടുത്തോടുത്ത് പ്രത്യേകമായതിനെ എടുത്തു പറഞ്ഞിട്ടും ആ പ്രത്യേകമായതിൽ പ്രത്യേകമായതായി ദുൽഹിജ്ജയെ കാണിച്ചു തന്നിട്ടും അതിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടും നമുക്കൊരു ഉണർവ് ഉണ്ടായിട്ടില്ലെങ്കിൽ നഷ്ടത്തിൽ തന്നെയാണ്. ആ ഒരു ഉണർവിലേക്കുള്ള ഒരു പ്രചോദനമാണ് നമ്മുടെ ഈ ചെറിയ ഉപന്യാസം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റമദാനിന്റെ അവസാനത്തെ 10 വരുമ്പോൾ സ്വാഭാവികമായും ഒരു ആവേശം കയറ്റി കൊടുക്കല് സ്വാഭാവികമാണ്. നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ ഇങ്ങനെ കാണലുണ്ട്. നാം കേൾക്കുന്ന ഉപദേശങ്ങളിലും നാം അറിയുന്ന പഠനങ്ങളിലുമൊക്കെ റമദാനിന്റെ അവസാനത്തെ 10 വരുമ്പോൾ ഒരു ആവേശം കയറ്റൽ അത് റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അരയിൽ മുണ്ട് മുറുക്കിയിട്ട് ഇബാദത്തിന് വേണ്ടി അവസാനത്തെ 10 പ്രത്യേകമായി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അവസാനത്തെ 10 റമദാനിൽ വരുമ്പോൾ അതിനൊരു പ്രത്യേകമായ ആവേശം കയറ്റി കൊടുക്കല് അത് ആത്മീയ രംഗത്ത് സജീവമാണ് എങ്കിൽ
റമദാനിന്റെ അവസാനത്തെ 10 റമദാനിന്റെ മൊത്തം സമയങ്ങളിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുവെങ്കിൽ, എന്നാൽ റമദാൻ എവിടെ തീർന്നോ അവിടെ കൊണ്ട് തുടങ്ങാണ് ദുൽഹിജ്ജ. റമദാനിന്റെ അവസാനത്തെ 10 കൊടുക്കുന്ന പ്രാധാന്യം പോലെ തന്നെ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 പ്രാധാന്യം കൊടുത്തേ പറ്റൂ. ഈ രീതിയിലാണ് മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ ഹദീസ് കൊണ്ട് നമ്മുടെ മുന്നിൽ പഠനം തീർക്കുന്നത്. മിഷ്കാത്തുൽ മസാബിഹിന് വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് മിർഖാത്തുൽ മഫാത്തിഹിൽ കാണുന്ന ഒരു ഹദീസ് വ്യാഖ്യാനം കണ്ടോളൂ. വൽ മുഖ്താറു അന്ന അയ്യാമ ഹാദൽ അശ്രി അഫ്ളലുൽ യൗമി അറഫ. ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 പകലുകൾ, 10 ദിവസങ്ങൾ, അതിന് പ്രാധാന്യം കൂടാൻ കാരണം അതിലെ യൗമു അറഫ ഉണ്ട്. പകലുകളുടെ നേതാവാണ് യൗമു അറഫ, അറഫയുടെ പകൽ. എന്നാൽ വലയാലി അശ്രി റമദാൻ അഫ്ളൽ, റമദാന്റെ അവസാനത്തെ 10 അഫ്ളലാണ്. കാരണം അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ ഉണ്ട്. ലിഅന്ന യൗമ അറഫ അഫ്ളലു അയ്യാമിസ് സന, ഒരു കൊല്ലത്തെ പകലുകളുടെ നേതാവ് അത് അറഫയുടെ പകലാണ്. വലൈലത്തുൽ ഖദർ അഫ്ളലു ലയാലിസ് സന, ഒരു കൊല്ലത്തെ രാവുകളുടെ നേതാവ് അത് ലൈലത്തുൽ ഖദറിന്റെ രാവാണ്. ഈ അടിസ്ഥാനത്തിൽ പകല് ഉണ്ട് എന്നതിന്റെ പേരിൽ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ, രാവ് ഉണ്ട് എന്നതിന്റെ പേരിൽ ദുൽഹിജ്ജയുടെ റമദാനിന്റെ അവസാനത്തെ 10 രാവുകൾ, രാവും പകലും എന്ന പ്രാധാന്യത്തിൽ അറഫയുടെ പകലിനെയും ലൈലത്തുൽ ഖദറിന്റെ രാവിനെയും ഒരുമിച്ച് കൂട്ടി ഈ 2 10കളെ പ്രാധാന്യവൽക്കരിച്ച് ചർച്ചയാക്കിയിട്ടുണ്ട് ഇസ്ലാമിക ആത്മീയ ലോകം, ഹദീസ് ലോകം, മഹാന്മാരായ ഉലമാ. അതനുസരിച്ച് അവർ പരിഗണിച്ചിട്ടുണ്ട്. വ്യക്തമായി എന്ന് തോന്നുന്നു, വ്യക്തമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അറഫയുടെ പകല് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ഉണ്ട്. അതുകൊണ്ട് ആദ്യത്തെ 10 ശ്രേഷ്ഠകരം. ലൈലത്തുൽ ഖദറിന്റെ രാവ് റമദാന്റെ അവസാനത്തെ 10 അതുകൊണ്ട് അവസാനത്തെ 10 റമദാന്റെ അവസാനത്തെ 10 ഏറെ പ്രാധാന്യം. ഇങ്ങനെ നമ്മുടെ മതം. അങ്ങനെയെങ്കിൽ ഒരു ലൈലത്തുൽ ഖദറിനെ കാത്തിരിക്കുന്ന റമദാനിന്റെ അവസാനത്തെ 10 പോലെ തന്നെ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 പകലുകളെ നമ്മൾ ആ രീതിയിൽ പരിഗണിക്കണം. അല്ലാഹു തെരഞ്ഞെടുത്ത നാളുകൾ. മഹാനായ ഇമാം അൽ ഹാഫിദ് ഇബ്നു റജബ് തങ്ങൾ അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിൽ കുറിക്കുന്നു. قال سهيل بن أبي صالح عن نبيه عن كعب قال اختار الله الزمان واحب الزمان إلى الله الأشهر الحرم. അല്ലാഹു കാലത്തെ തെരഞ്ഞെടുത്തു, അല്ലാഹു കാലത്തെ തെരഞ്ഞെടുത്തു. വഹബ്ബു الزمان إلى الله, കാലഘട്ടത്തിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയം എന്ന് പറയുന്നത് അൽ അഷ്ഹുറുൽ ഹുറും, ഖുർആൻ പവിത്രം എന്ന് പറഞ്ഞ 4 മാസങ്ങളാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. എന്നാൽ വഅഹബ്ബുൽ അഷ്ഹുറുൽ ഹുറുമി ഇലല്ലാഹി, ആ 4 മാസങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ദുൽഹിജ്ജയാണ്. എന്നാൽ ദുൽഹിജ്ജയിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം അഹബ്ബു ദുൽഹിജ്ജത്തി ഇലല്ലാഹി അൽ അശ്റുൽ അവ്വലു, അതിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് മഹാനായ സ്വഹാബി ജാബിർ എന്ന് കഅബ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയിൽ നിന്നും കേട്ട് പഠിച്ചത് നമ്മെ മഹാന്മാർ പഠിപ്പിക്കാണ്. അപ്പൊ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 ദിവസങ്ങളാണ് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ. എന്റെ വക പറഞ്ഞതല്ല, ഇബ്നു അൽ ഹാഫിദ് ഇബ്നു റജബ് അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിൽ ഇത് ചേർക്കുന്നു, ഇത് പഠിപ്പിക്കുന്നു. പ്രമുഖമായ ഇബാദത്തുകൾ സംഗമിക്കുന്ന ഒരു 10 ദിവസം. ആ 10 ദിവസം ഷോർട്ട് ആൻഡ് സ്വീറ്റ് എന്ന് പറയാം. വളരെ ചുരുങ്ങിയ ഒരു സമയം, എന്നാൽ വലിയ മധുരമേറിയ അമലുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ പ്രമുഖമായ ഇബാദത്തുകൾ ഒത്തുചേരുന്ന ഒരു പീരീഡാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അതിന്റെ ഒരു പ്രാധാന്യം. അറഫയുടെ പകല് എന്ന ഒരു സമയത്തിന്റെ പ്രാധാന്യം പോലെ കർമ്മത്തിന്റെ പ്രാധാന്യവും കൂടി ഈ 10 ദിവസങ്ങളിലുണ്ട്. ബലിപെരുന്നാളിന്റെ നിസ്കാരം വലിയ പ്രാധാന്യമുള്ളത്. അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകളുണ്ട്. ആദ്യത്തെ 9 ദിവസം നോമ്പ് സുന്നത്താണ്. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 9 ദിവസം നോമ്പ് സുന്നത്താണ്. അതുപോലെ തന്നെ ബലി കർമ്മം അതൊരു മഹത്തായ സുന്നത്താണ്. സുന്നത്ത് മുഅക്കദയാണ് ശാഫിഈ മദ്ഹബിൽ. ആണിനും പെണ്ണിനും കഴിയും. ഒരു 5 പവന്റെ സ്വർണം ഉപയോഗിക്കുന്ന ഉമ്മ നിനക്ക് സുന്നത്ത് മുഅക്കദ ഉളുഹിയത്ത് കർമ്മത്തിൽ കയറരുത്. ഒരു ഷെയർ ഉമ്മാന്റെ വകയും കൂട്ടാവുന്ന, ഉമ്മാനോട് സ്നേഹമുള്ള മക്കള് പണം ഉണ്ടെങ്കിൽ ഉമ്മാടെ ഷെയറും കൂടി, വാപ്പാടെ ഷെയർ, ഒരു ഷെയർ കൂട്ടിക്കോ.
ഇനി അതുപോലെ തന്നെ ഈ 10 ദിവസത്തിൽ വരുന്ന മറ്റൊരു അമലാണ് ഈ ബലി കർമ്മം നടന്ന ശേഷം ആ മാംസം സ്വതക്കയായി വിതരണം ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ കാണുന്നതായ അമലുകളാണെങ്കിൽ പുണ്യ ഹജ്ജിന്റെ കർമ്മങ്ങൾ മുഴുവനും നടക്കുന്നത് ഈ ദുൽഹജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിലാണ്. അത്ര കണ്ട് പ്രാധാന്യം. അപ്പൊ പ്രമുഖമായ ഇബാദത്തുകൾ ഒത്തുചേരുന്ന 10 എന്ന രീതിയിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ 9 ദിവസം നോമ്പെടുത്തിട്ടുണ്ട്. ദുൽഹജ്ജയുടെ ആദ്യത്തെ 9 ദിവസം റസൂലുള്ളാഹിക്ക് നോമ്പുണ്ടായിരുന്നിട്ടുണ്ട്. നോമ്പെടുക്കൽ സുന്നത്താണ്. 9 നോമ്പുകളും അവയുടെ പ്രതിഫലവും കേട്ടോളൂ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തിട്ടുണ്ട്. കേട്ടോളൂ ഹദീസ്. ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നു, അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അദിൽ ഹിജ്ജ. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 9 ദിവസം റസൂലുള്ളാഹിക്ക് നോമ്പുണ്ടായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 9 ദിവസം ഹബീബിന് നോമ്പുണ്ടായിരുന്നു. ഹദീസ് ബാക്കിയുണ്ട്. ദുൽഹിജ്ജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ അടിമ സൽക്കർമ്മം ചെയ്യുന്നത് അള്ളാഹു ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന നാളുകളാ ദുൽഹിജ്ജയുടെ ആദ്യ സമയങ്ങൾ. നേരത്തെ പറഞ്ഞു, കാലഘട്ടത്തിൽ നിന്നും അള്ളാഹു തെരഞ്ഞെടുത്തതാണ് 4 മാസങ്ങൾ. ആ 4-ൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ദുൽഹിജ്ജയാണ്. ദുൽഹിജ്ജയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ആദ്യത്തെ 10 ദിനങ്ങളാണ്. എന്നാൽ കേട്ടോളൂ, ഒരു ഹദീസ് കേട്ടോളൂ. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, عن ابن عباس رضي الله عنه قال النبي صلى الله عليه وسلم ما العمل في أيام العشر أفضل من العمل في هذه قالوا ولا الجهاد يا رسول الله. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൽ അമലു ഫി അയ്യാമിൽ അശ്രി അഫ്ളല മിൻ അൽ അമലി ഫി ഹാദിഹി. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ ചെയ്യുന്ന അമലാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടം, ഏറ്റവും ശ്രേഷ്ഠകരമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, വലൽ ജിഹാദ് യാ റസൂലുള്ളാഹ്, നബിയെ ജിഹാദിന് പോവല്ലോ, അത് വലിയൊരു അമലല്ലേ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വലൽ ജിഹാദു, ജിഹാദിന് പോയാലും ഈ കൂലി കിട്ടൂല. പക്ഷേ ജിഹാദിന് പോയവൻ പോയപ്പോ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഉ ബിശൈ, ആ അടർക്കളത്തിൽ ഷഹീദായാൽ അവന് ഈ പറഞ്ഞ പ്രതിഫലത്തിന്റെ മുകളിൽ കൂലിയുണ്ട്. ഷഹീദായില്ല, ജിഹാദ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഒരു യോദ്ധാവിന് കൊടുക്കുന്ന കൂലി പോലും ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിലെ അമലിന്റെ താഴെ എന്ന് സ്വഹീഹുൽ ബുഖാരി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ 10 ദിവസങ്ങളിൽ ആദ്യത്തെ 9 ദിവസം നോമ്പെടുക്കുന്ന ആൾക്ക് കിട്ടുന്ന കൂലിയോ പറഞ്ഞ തീരില്ല. ജിഹാദിനേക്കാളും വലിയ കൂലിയുള്ള നോമ്പുകൾ, ജിഹാദിനേക്കാൾ വലിയ കൂലിയുള്ള നോമ്പുകൾ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 9 ദിവസം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. ഉന്നതരായ പല പ്രമുഖരുടെയും പ്രബോധന ജീവിതത്തിൽ ഈ ആദ്യത്തെ 10 ദിവസം ഇടപെടുന്നുണ്ട്. മഹാന്മാരായ പൂർവികരായ അമ്പിയാക്കളുടെ കഥ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഉന്നതരായ പ്രമുഖരായ പ്രധാനികളായ അമ്പിയാ ശ്രേഷ്ഠർ പോലും അവരുടെ പ്രബോധന ജീവിതത്തിൽ ഈ 10 ദിവസങ്ങളെ ജീവിതത്തിന്റെ നിർണായക സന്ദർഭങ്ങളായി കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിന്റെ 142-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വവഅദനാ മൂസാ 30 ലൈലതൻ വഅത്മംനാഹാ ബിഅശ്ർ فتم ميقات ربه 40 ليلة وقال موسى لأخيه هارون اخلفني في قومي وأصلح ولا تتبع سبيل المفسدين. മഹാനായ മൂസ നബി അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം മീഖാത്തിന് തയ്യാറായി. റബ്ബ് മഹാനവറുകളെ തർബിയത്ത് ചെയ്ത ഒരു 40 ദിവസമുണ്ട്. 40 പൂർണ്ണമാകുന്ന അന്ന് അള്ളാഹുവിന്റെ ലിഖാ കിട്ടുന്നു, അള്ളാഹനെ കാണാൻ കിട്ടുന്നു എന്ന പ്രതീക്ഷയുമുണ്ട്. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം അതിനു വേണ്ടിയുള്ള ആത്മീയതയുടെ 40ഓളം ഒരുക്കങ്ങൾ 40 ദിവസങ്ങളിൽ നടത്തുന്ന പ്രധാനമായ പ്രബോധനത്തിന്റെ വളരെ പ്രഫുല്ലമായ ഒരു കാലയളവ്.
മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ആ ഒരുക്കങ്ങളിൽ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫസ്വാമഹ മൂസ നബി ദുൽഖഅദ മുഴുവനും നോമ്പെടുത്തു. ദുൽഖഅദ മുഴുവനും 30 ദിവസം നോമ്പെടുത്തു. ഫലമ്മാ തമ്മൽ മീഖാത്ത് 30 പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു ഇനി 10 കൂടി ഉണ്ടായത് 40 പൂർത്തീകരിച്ചോ, 30 പോരാ. ഫഅമറഹു അല്ലാഹു തആല യുകമ്മില ബിഅശ്രിൻ 40, 10 കൂടി നോമ്പെടുത്തിട്ട് 40 പൂർത്തീകരിക്കുക. ഇസ്ലാമിൽ 40 എന്നൊരു കണക്കുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ അത് ഞാൻ പറയാം. അത് ദുൽഹിജ്ജയുമായി ബന്ധമുള്ളതാണ്. 10 കൂടി പൂർത്തീകരിച്ച് 10 കൂടി നോമ്പെടുത്തിട്ട് 40 പൂർത്തീകരിക്കും, 30 പോരാ എന്ന് അള്ളാഹു വീണ്ടും നിർദ്ദേശം കൊടുത്തു. മുഫസ്സിരീങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ 10 ഏതാണെന്നുള്ളത്. പ്രധാന അഭിപ്രായവും ഫൽ അക്തറൂൻ, അധിക മുഫസ്സിരീങ്ങളും മുഹദ്ദിഥീങ്ങളും പറഞ്ഞിട്ടുള്ളത്, മഹാന്മാരായ സ്വഹാബികൾ അധിക പേരും പറഞ്ഞിട്ടുള്ളത് അലാ അന്ന 30 ഹിയ ദുൽഖഅദ, ദുൽഖഅദയാണ് 30ഉം വൽ അശ്റു ദുൽഹിജ്ജ, ശേഷം പൂർത്തീകരിക്കാൻ 10 കൂടി ചേർക്കാൻ പറഞ്ഞ 10 അത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ആണ് എന്ന് മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ മുഫസ്സിരീങ്ങൾ സ്വഹാബികൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുൽഖഅദ മുഴുവനും നോമ്പെടുത്തു. ദുൽഹിജ്ജയുടെ 10 കൂടി ചേർക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ടതനുസരിച്ച് മഹാനവറുകൾ 10 കൂടി പൂർത്തീകരിച്ച് 10 പൂർത്തിയായപ്പോ 40 എന്ന സംഖ്യയിലെത്തി. ഇപ്പൊ 40 ദിവസമായി. ആ 40ന്റെ പൂർത്തീകരണം എത്തിപ്പെട്ടിരിക്കുന്ന യൗമുൻ നഹറാണ്, വലിയ പെരുന്നാൾ ദിവസം. വഹസുല ഫീഹി തക്ലീം, അന്നാണ് മുസ്ലിം നബിക്ക് അല്ലാഹുവിന്റെ തക്ലീം സാധ്യമായത്. വഫീഹി അക്മലല്ലാഹു ദീന ലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 40 പൂർത്തിയായ ദുൽഹിജ്ജയുടെ 10ന്റെ അന്ന്, അത് മൂസ നബിയുടെ പ്രബോധന ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ദിനങ്ങളായി പരിഗണിക്കപ്പെടുന്നുവെങ്കിൽ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന ജീവിതത്തിലും ആ 10 ദിനങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടെ പരിഗണിക്കപ്പെടുന്നുണ്ട്. എപ്പോഴാണിത്? സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ ആയത്തിൽ അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, പ്രബോധനത്തിന്റെ പ്രധാന ദൗത്യം പൂർത്തീകരിച്ച് അങ്ങ് ദീൻ പൂർണ്ണമായി എന്ന പ്രഖ്യാപനം ഒന്ന് അറിയിച്ചേക്ക് എന്ന് പറയുന്ന اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഈ പ്രഖ്യാപനം, ദീന് പൂർത്തിയായ എന്ന പ്രഖ്യാപനം പറഞ്ഞേക്ക് എന്ന് പറയാൻ വേണ്ടി ഏൽപ്പിച്ചതും മൂസ നബിയുടെ മീഖാത്ത് പൂർണ്ണമായി എന്ന് പറയപ്പെടുന്ന ദുൽഹിജ്ജയുടെ 10ന്റെ അന്ന് തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ആ ദൗത്യ പൂർത്തീകരണത്തിന്റെ സാക്ഷാത്കാരത്തെ അള്ളാഹു അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ പാഴാവല്ലേ. ദുആക്ക് ഇജാബത്തുള്ള 6 സമയങ്ങളുണ്ട്. ദുആക്ക് ഇജാബത്തുള്ള 6 സമയങ്ങൾ, ഇതെപ്പോഴും ഇജാബത്തുള്ളതാ. ദുൽഹിജ്ജയിൽ പ്രത്യേകിച്ച് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ ദുആക്ക് ഇജാബത്തുള്ള പ്രധാനപ്പെട്ട 6 സമയങ്ങൾ മഹാനായ ഇമാം അൽ ഹാഫിദ് ഇബ്നു റജബ് തങ്ങൾ അദ്ദേഹത്തിന്റെ ലത്വായിഫുൽ മആരിഫിൽ ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിൽ കുറിക്കുന്നത് കാണാം. ലയാലിൽ അശീരി ഔഖാത്തുൽ ഇജാബത്തി فبادر رغبة تلحق ثوابه ألا لا وقت للعمال فيه ثواب الخير يقرب للإصابة من أوقات الليالي العشير حقا فشمر وطلبن فيه الإنابة. ഇബ്നു റജബ് തങ്ങള് മനോഹരമായ കവിതാശകലത്തിലൂടെ ദുആക്ക് ഇജാബത്തുള്ള 6 സമയങ്ങളെ പറഞ്ഞു. വേറൊന്നുമല്ല, 5 വഖത്ത് നിസ്കാരവും പ്ലസ് തഹജ്ജുദും. ഇതാണ് 6. 5 വഖത്ത് നിസ്കാരം, ലയാലിൽ അശ്രി ഔഖാത്തുൽ ഇജാബ, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ അത് ഇജാബത്തിന്റെ ഒരു സന്ദർഭമാണ്. ഫബാദിർ, സമയങ്ങളെയല്ലേ ധൃതി വെച്ചോ. റഗ്ബത്തൻ തൽഹഖു സവാബ, ഉന്നതമായ പ്രതിഫലം നേടാൻ നിന്റെ പരിശ്രമത്തിലേക്ക് നീ ചേക്കേറണേ. അലാ ലാ വഖത ലിൽ ഉമ്മാലി ഫീഹി സവാബൽ ഖൈരി സവാബുൽ ഖൈരി അഖറബു ലിൽ ഇസാബ, അമൽ ചെയ്യുന്നവൻ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന ഒരു സന്ദർഭമാണിത്. മിൻ ഔഖാത്തിൽ ലയാലിൽ അശ്രി ഹഖ, യഥാർത്ഥത്തിൽ
ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ പോലെ ഇത്രയും കൂലി കിട്ടുന്ന ഒരു സമയം വേറെയില്ല. ചോദിച്ചോളൂ, റബ്ബ് തരുന്ന ഒരു പ്രധാന സമയങ്ങളാണിത്. ദുആക്ക് ഇജാബത്തുള്ള 6 നേരങ്ങൾ, 5 വഖ്ത് നിസ്കാരം പാഴാക്കല്ലേ. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഒരു ഹദീസ് കാണാം. മഹാനായ സ്വഹാബി അബൂ ഉമാമാ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നബിയേ അയ്യു ദുആഇ അസ്മഉ, ദുആക്ക് വേഗം ഉത്തരമുള്ള സമയമേതാ? ആ സമയം ഏതാണെന്ന് റസൂലുള്ളാഹി പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ ഏറ്റവും സ്യൂട്ടബിൾ ആണെന്ന് മഹാന്മാരായ ഇമ്മത്ത് വേറെയും പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജൗഫുൽ ലൈലിൽ ആഖിർ, രാവിന്റെ അവസാന ഭാഗം, അതായത് തഹജ്ജുദിന്റെ ശേഷം സുബഹിയുടെ മുമ്പായുള്ള സമയം. അതുപോലെ തന്നെ ഫർള് നിസ്കാരങ്ങളുടെ ഉടനെയും, ഫർള് നിസ്കാരങ്ങളുടെ ഉടനെ 5 നേരം പ്ലസ് തഹജ്ജുദ്, ഈ 6 നേരങ്ങളിൽ. സാധാരണ സമയങ്ങളിൽ ദുആക്ക് ഇജാബത്തുണ്ട്, എന്നാൽ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ പ്രത്യേകം ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം, ഈ 5 സമയങ്ങൾ പാഴാക്കാൻ പാടില്ല. ഈ 10 ദിനരാത്രങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. ആ സമയങ്ങളിൽ പണ്ടൊക്കെ റമദാൻ വരുന്നതിന് മുമ്പ് TV ഓഫ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഒരു വഅലുണ്ടാവലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. പള്ളികളിലും മദ്രസകളിലും ഒക്കെ ഉണ്ടാവലുണ്ട്, വഅലുള്ളടത്തും ഉണ്ടാവലുണ്ട്. ഇതിപ്പോൾ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല, കാരണം അതിൽ വലുത് നമ്മുടെ കയ്യിൽ വേറെ സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ TV കണ്ട് ചീത്തയാവുന്ന ആരൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനപ്പുറം ചീത്തയാവാനുള്ള സാഹചര്യങ്ങൾ ഏറ്റവും ലളിതമായ സൗകര്യത്തിൽ കയ്യിലുണ്ട്. അതുകൊണ്ട് റമദാൻ വരുന്നതിന് മുമ്പ് പണ്ട് ഓർമ്മപ്പെടുത്തിയ പോലെ വീണ്ടും ഓർമ്മപ്പെടുത്താം. സൂക്ഷ്മതയ്ക്ക് നാം ഒരു ശ്രമം നടത്തണം. അതിനുള്ള സൂക്ഷ്മത നമ്മൾ പരിശുദ്ധമായ ദുൽഹിജ്ജ വരുമ്പോൾ ഉണ്ടാവേണ്ട സൂക്ഷ്മത നമ്മൾ പാലിച്ചിരിക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? അമലുകൾക്ക് ഏറെ കൂലി ഉണ്ടെന്ന് പറഞ്ഞ അതേ നാണയത്തിൽ തന്നെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്, ഇഹ്ദറുൽ മആസിയ ഫഇന്നഹാ തഹരിമു അൽ മഗ്ഫിറത ഫീ മവാസിനിർ റഹ്മ. വലിയ കൂലി കിട്ടുന്ന ഈ സന്ദർഭങ്ങളിൽ നമുക്ക് മഗ്ഫിറത്ത് തടയപ്പെടാൻ നമ്മൾ കുറ്റകൃത്യങ്ങൾ ചെയ്യല്ലേ എന്ന് മഹാന്മാരായ ഇമ്മത്ത് രേഖപ്പെടുത്തുന്നു. അൽ ഹാഫിദ് ഇബ്നു റജബ് തങ്ങൾ ലതായിഫുൽ മആരിഫിൽ ഇത് പറയുന്നുണ്ട്. അൽ മആസി സബബുൽ ബുഅദി വത്തുർദി കമാ അന്ന ത്വാഅത്ത് അസ്ബാബുൽ ഖുർബി വൽ വുദ്. അള്ളാഹുവിന് വഴിപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ സ്നേഹവും കിട്ടും, അള്ളാഹുവോടുള്ള അടുപ്പവും നമുക്ക് സാധ്യമാകുന്നു. അതിന് പ്രധാന സമയമാണ് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസം. അതുപോലെയുള്ള പവിത്രമായ സമയങ്ങളിൽ അള്ളാഹിന്റെ സ്നേഹവും അടുപ്പവും കിട്ടുന്നു അമല് വഴിയെങ്കിൽ റബ്ബിനോട് എതിര് ചെയ്യ വഴി അള്ളാഹുവിൽ നിന്നുള്ള അകലലും അട്ടിയോടിക്കലും നമുക്ക് ഉണ്ടാകാം എന്ന് മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തുന്നു. അനുവദനീയമായതുപോലും സൂക്ഷിക്കണമെന്ന, വലിയ കളി രസങ്ങൾ വിനോദങ്ങളൊന്നും പാടില്ല ഈ 10 ദിവസങ്ങൾ എന്ന് തന്നെ പറഞ്ഞവരുണ്ട്. അത്രയും സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക ദൃഷ്ടിയിൽ, ഇസ്ലാമിക ശറഇൽ ബുദ്ധി വികസിക്കാൻ വേണ്ടിയും മറ്റുമൊക്കെയായി ചെസ് കളിക്കുന്നു എന്നുള്ളത് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കർമ്മശാസ്ത്രം അത് അനുവദിച്ചിട്ടുണ്ട്. ശത്രുഞ്ച് എന്ന് പറയുന്നത് ആ അനുവദിച്ചത് പോലും, ആ വിനോദം പോലും ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ പാടില്ല എന്ന് തന്നെ മഹാന്മാർ രേഖപ്പെടുത്തുന്നു. മഹാനായ അബ്ദുൽ മലിക് ഇബ്നു ഉമൈർ അൻ റജുലിൻ, സ്വഹാബിയായ ഇമാമിന സ്വഹാബ ഔ മിന താബിഈൻ, താബിഈങ്ങളിൽപ്പെട്ട മഹാനായിരിക്കാം, അല്ലെങ്കിൽ സ്വഹാബികളിൽ പ്രമുഖനായിരിക്കാം. ഒരു മഹാന്റെ ഒരു പഠനം, അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം, സ്വഹാബിയാവാം അല്ലെങ്കിൽ താബിഈങ്ങളിൽ പ്രമുഖനാവാം. ആ പഠനത്തെ, ആ കണ്ടെത്തലിനെ, അല്ലെങ്കിൽ ആ നിരീക്ഷണത്തെ ലതായിഫുൽ മആരിഫ് എന്ന തസവുഫിന്റെ ഗ്രന്ഥത്തിൽ അൽ ഹാഫിദ് ഇബ്നു റജബ് തങ്ങൾ വിശദീകരിക്കുന്നതായി കാണാം. ആ മഹാനായ സ്വഹാബി എന്ന് തന്നെ വെച്ചോളൂ. അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ മഹാനവറുകൾ കണ്ട ഒരു സ്വപ്നത്തിൽ ഒരാൾ വന്നു. മാമിൻ മുസ്ലിം, എന്നിട്ട് ആഗതൻ പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ ഇല്ലാ യുഗ്ഫറു ലഹു ഫീ ഹാദിഹിൽ അയ്യാമി കുല്ല യൗമിൻ 5 മറാർ. ഓരോ മുസ്ലിമിനും അല്ലാഹു 5 വട്ടം മഗ്ഫിറത്തിന്റെ പദവി നൽകുന്ന ഒരു കാലയളവ് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളാണെന്ന് സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഈ സ്വഹാബിയോട് ഒരാൾ പറഞ്ഞിട്ട് പോയി. ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ 46 ഭാഗങ്ങളിൽ ഒരു ഭാഗമായി വഹീന്റെ 46-ൽ ഒരു ഭാഗമാണെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വഹീന്റെ 46-ൽ ഒരു ഭാഗമാണ് മുഅ്മിനായ മനുഷ്യന്റെ സ്വപ്നം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിയുടെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു,
ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ ഒരു മുസ്ലിമായ മനുഷ്യന് ശരാശരി മുസ്ലിമിന് 5 പ്രാവശ്യം അള്ളാഹു മഗ്ഫിറത്തിന്റെ മഹാപദവി കൊടുത്തുകൊണ്ട് അവന്റെ പാപം പൊറുക്കും. ഇല്ല അസ്ഹാബശ്ശാ യഖൂലുന മാത മൗതഹു മാ മൗതു യഅനി അസ്ഹാബശ്ശത്റഞ്ച്. ചെസ് കളിക്കുന്ന ആളുകൾക്ക് മഗ്ഫിറത്ത് കിട്ടില്ല. അത്രേ ചെസ് കളിക്കുന്ന ആളുകൾക്ക് 5 വഖത്തിൽ ഈ മഗ്ഫിറത്ത് കിട്ടില്ല. ഫഇദാ കാന അൽഅബു ബിശ്ശത്റഞ്ച് മാനിഅ മിനൽ മഗ്ഫിറ. ചെസ് കളി ഒരാളുടെ മഗ്ഫിറത്തിന് തടസ്സമായി നിൽക്കുന്നു, ദുൽഹിജ്ജയിൽ അത് പാടില്ല എന്ന് പറയുന്നു എങ്കിൽ, എന്ന് പറഞ്ഞാൽ വിനോദങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുന്നുവെങ്കിൽ, ഫമല്ലന ബിൽ ഇസ്റാരി അലൽ കബായിരിൽ മുജ്മഇ അലൈഹാ, നിരുപാധികം തെറ്റെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഹറാമുകൾ ചെയ്യുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ അനുവദനീയമായ ചെസ് കളിയിൽ പോലും, അത്തരത്തിലുള്ള വിനോദങ്ങളിൽ പോലും അത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളെ മാനിച്ചുകൊണ്ട് മാറ്റിവെക്കണമെന്ന് പറയുന്ന ചർച്ചയിൽ അനുവദനീയമായത് പോലും കളിയും വിനോദമാണെന്ന തലത്തിൽ അതിനെ മാറ്റിവെക്കണം എന്ന് പറയുന്ന ചർച്ചയിൽ നിഷിദ്ധമായതിനെ എത്രമാത്രം ഉപേക്ഷിക്കണമെന്ന് പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ് മഹാന്മാർ. അത്രത്തോളം ശ്രദ്ധയും വേണം, സൂക്ഷ്മതയും വേണം. വെളുക്കാൻ തെച്ചത് പാണ്ടാവല്ലേ, ദുൽഹിജ്ജയുടെ പൊരുത്തക്കേട് വാങ്ങല്ലേ. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങളിൽ അള്ളാഹുവിന്റെ സ്നേഹം കിട്ടുന്ന പോലെ റബ്ബ് അകറ്റി നിർത്തലും സംഭവിക്കാം. നന്മകൾ പെരുപ്പിക്കാൻ ഒരു സുവർണാവസരമായി കാണണം. മഹാന്മാർ രേഖപ്പെടുത്തുന്നു, ഈ 10 ദിവസം കൊണ്ട് ഒരു വർഷം നമുക്ക് ഹജ്ജ് ചെയ്ത കൂലി കിട്ടുകയാണ്. ഈ വർഷം ഹജ്ജിന് പോവാൻ പറ്റിയില്ലേ, എന്നാൽ വീട്ടിലിരുന്നു കൊണ്ട് ഹജ്ജിന്റെ കൂലി കിട്ടാൻ ഈ 10 ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താമെന്ന് മഹാന്മാർ പറയാണ്. എന്റെ വക പറഞ്ഞതല്ല, ലത്വാഇഫുൽ മആരിഫിൽ മഹാനായ ഇബ്നു റജബ് തങ്ങൾ പറയുന്നത് കാണാം. ഫമൻ അജസ അനിൽ ഹജ്ജ് ഫീ ആം, ഒരു കൊല്ലവും ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല ഒരാൾക്ക്, ഈ കൊല്ലവും കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞ കൊല്ലവും അയാൾക്ക് കഴിഞ്ഞിട്ടില്ല, അങ്ങനെയുള്ള ഒരാൾക്ക് ഖദറ ഫിൽ അശ്രി, ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ സാധ്യമാണ്. അലാ അമലി യഅമലുഹു ഫീ ബൈതിഹി, വീട്ടിലിരുന്നു കൊണ്ട് അച്ചടക്കത്തിൽ അമലുകൾ ചെയ്യാം, സൂക്ഷ്മത പാലിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ യകൂനു അഫ്ളല മിനൽ ജിഹാദി, ഹറാമുകൾ ഉപേക്ഷിച്ചുകൊണ്ട് അമലുകൾ കൃത്യമായി ചെയ്യാം, സുന്നത്ത് നോമ്പെടുക്കാം, ഖുർആൻ പാരായണം ഈ 10 ദിവസം കൊണ്ട് ഒരു ഖത്മ് തീർക്കാം. ഒരു ദിവസം ഒരു 5000 സ്വലാത്ത് എന്ന കണക്കിൽ ഒരു 50,000-ൽ കുറയാത്ത സ്വലാത്തുകൾ ചൊല്ലാം, ദിക്റുകൾ വർദ്ധിപ്പിക്കാം. അങ്ങനെയൊക്കെ അമൽ ചെയ്തുകൊണ്ട് വീട്ടിലായി കൂടിയാലും ഒരു മനുഷ്യന് കിട്ടും യകൂനു അഫ്ളല മിനൽ ജിഹാദ് അല്ലദീ ഹുവ അഫ്ളലു മിനൽ ഹജ്ജ്, ജിഹാദിനേക്കാൾ പ്രതിഫലം നേടാം. ജിഹാദിനേക്കാൾ പ്രതിഫലമുള്ള ഹജ്ജ് തന്നെ, ജിഹാദിനേക്കാൾ പ്രതിഫലമുള്ള ഹജ്ജ് തന്നെ അവന്റെ വീട്ടിലിരുന്നു കൊണ്ടുള്ള അമൽ കൊണ്ട് അവന് സാധിക്കുമെന്ന് ഇബ്നു റജബ് തങ്ങൾ പറയാണ്. ഒരു മനുഷ്യനങ്ങനെ സാധിക്കും. സ്വഹാബികൾ ശ്രദ്ധിച്ചിരുന്നു. സ്വഹാബികൾ അതിന് പ്രധാനമായും 3 ദിക്റുകൾ ഉദ്ധരിച്ചതായി സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള കിതാബുകളിൽ കാണാൻ കഴിയും. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഒരു ഹദീസ് കാണാം. പ്രധാനമായും ദുൽഹിജ്ജയിലെ 4 ദിക്റാണുള്ളത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ 4 ദിക്റാണ് പ്രധാനമായും ദുൽഹിജ്ജയുടെ ഒരു ഗിഫ്റ്റ്. ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ച് വേറെ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. ഇതിൽ സുബ്ഹാനല്ലാഹ് ഒഴിച്ചു നിർത്തിയാൽ മറ്റു 3 സ്വഹാബികൾ ചൊല്ലിയതായി, അതായത് ഈ ഹജ്ജിന്റെ പ്രതിഫലം കിട്ടാൻ ഈ 3 ദിക്റുകൾ സ്വഹാബികൾ ചൊല്ലിയതായി ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അയ്യാമിൻ അഅ്ളമ ഇൻദല്ലാഹി വലാ അഹബ്ബ ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അള്ളാഹുവിന് ഒരു അടിമ അമൽ ചെയ്യുന്നതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാലയളവ് ദുൽഹിജ്ജയുടെ ഈ പറയപ്പെട്ട 10 ദിവസങ്ങളാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ട് ഉടനെ തന്നെ നബി തങ്ങൾ പറഞ്ഞു, ഫഅക്തിറൂ ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്, അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ, അല്ലാഹു അക്ബർ എന്ന ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, ഈ 3 ദിക്റുകൾ നിങ്ങൾ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ദിനരാത്രങ്ങളിൽ വർദ്ധിപ്പിക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു റിവായത്തിൽ സുബ്ഹാനല്ലാഹ് ഉണ്ട്. ഏതായാലും ഈ റിവായത്തിൽ 3 പറഞ്ഞത്. എന്തിനാണിത്? വീട്ടിലിരുന്നു കൊണ്ട് ഹജ്ജിന്റെ കൂലി നേടാൻ നമുക്ക് സാധ്യമാണ് ഈ 3 ദിക്ർ വർദ്ധിപ്പിച്ചാൽ, നേരത്തെ പറഞ്ഞതിനെയും കൂടി ചേർത്ത് വെക്കുമ്പോ. ഇനി കാണാം, ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നതായി കാണാം, സ്വഹാബിയായ അബൂ ഹുറൈറയും ഇബ്നു ഉമറും റളിയല്ലാഹു അൻഹുമ ഇരുവരും പുറത്തേക്ക് പോകുമ്പോഴൊക്കെ, അതായത് യഖ്റുജാനി ഇലസ്സൂഖി, അങ്ങാടിയിലേക്ക് ഇരുവരും പോയപ്പോ അന്ന് ഇരുവരും
അങ്ങാടിയിലേക്ക് പോയപ്പോൾ ഫി അയ്യാമിൽ അശ്രി ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ അവർ അങ്ങാടി പോകുമ്പോൾ ആരൊക്കെ? സ്വഹാബിയായ ഇബ്നു ഉമറും മഹാനായ അബൂ ഹുറൈറയും റളിയല്ലാഹു അൻഹുമ. സ്വഹാബികൾ ഈ രണ്ടുപേരും അങ്ങാടിയിലേക്ക് പോയപ്പോഴൊക്കെ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ യുക്കബ്ബിറാൻ അല്ലാഹു അക്ബർ എന്ന ദിക്റും ചൊല്ലിട്ടാ പോയത്. വയുക്കബ്ബിറുനാസു ബിതക്ബീരിഹിമാ, ഇതുവർ ചൊല്ലുന്നത് കേട്ട് ജനങ്ങൾ അവരെ ഏറ്റുചൊല്ലി ദിക്റുകളുടെ ഒരു പെരുമഴ തന്നെ പ്രവാചക പുങ്കവരുടെ കാലഘട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ കാണപ്പെട്ടു എന്ന് പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് 3 ദിക്റുകൾ ഒഴിവാക്കല്ലേ, 4 ഉണ്ട്. ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ 3 ഇപ്പൊ തൽക്കാലം പറയുന്നു. 4ന്റെയും വിശദീകരണം വരും ക്ലാസ്സുകളിൽ നമുക്കുണ്ടായിരിക്കും. ഏതായാലും ഈ 3 ദിക്റുകൾ സുബ്ഹാനല്ലാഹ് അല്ല അൽഹംദുലില്ലാഹ്, ഈ സുബ്ഹാനല്ലാഹ് ചൊല്ലിയത് കുഴപ്പമില്ല, അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹും പ്രത്യേകം പറയപ്പെട്ടിട്ടുണ്ട്. ഈ 3 ദിക്റുകൾ സുബ്ഹാനല്ലാഹും കൂടി ചേർത്താലും അൽഹംദുലില്ലാഹ് നമുക്ക് അതും അമൽ തന്നെയാണ്. അപ്പോ അങ്ങനെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ 4 ചൊല്ലിയാലും ആ പ്രതിഫലമൊക്കെ തന്നെയാണ്. വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഹജ്ജിന്റെ കൂലി കിട്ടാൻ ദിക്റുകൾ ചൊല്ലി ഹറാമുകളെ ഒഴിവാക്കി, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ദൃശ്യ ആവിഷ്കാര മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിൽ ഒരു പരിധി നിശ്ചയിച്ചുകൊണ്ട് നമ്മളൊന്ന് തയ്യാറായാൽ അള്ളാഹു നമുക്ക് ഹജ്ജ് ചെയ്ത കൂലി കിട്ടും. പ്രത്യേകിച്ച് ദുആക്ക് ഇജാബത്തുള്ള 6 സമയം എന്ന് പറഞ്ഞ 5 വഖത്തിന്റെ ശേഷമുള്ളതും അതുപോലെ തന്നെ തഹജ്ജുദിന്റെ നേരം ദുആക്ക് ഇജാബത്തുള്ളതും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ ഈ ദുൽഹിജ്ജ നമുക്ക് ധന്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഒരുപാട് പേര് ദുആ വസിയ്യത്ത് ഏൽപ്പിച്ചു, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക അല്ലാഹ്. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഖൈറ് നൽകണേ അല്ലാഹ്. 9 മാസം ഗർഭമുള്ള ഒരു സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ സുഖപ്രസവം നൽകണേ അല്ലാഹ്. സുഖമില്ലാത്ത ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകുക അല്ലാഹ്. മക്കളുടെ പഠനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഹജ്ജിന് പോയവരുടെ ഹജ്ജും അമലുകളും നീ ഖബൂലാക്കുക അല്ലാഹ്. അവരുടെ പ്രാർത്ഥനകളിൽ അംഗമാവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. റബ്ബനാ റഹംഹും കമാ റബ്ബൗനാ സഗാറാ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.